ചില്ലജാലകവാതിലാണ്. അതിൻ്റെ തിരശീല മിനിറ്റുമ്പോൾ ഈ വളകിലിങ്കരുത്, അതുപോലും അവൻ അറിയരുത്. തൊട്ടുമീട്ടോ വീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടണക്കുക തൊട്ടടുത്ത് നിൽപ്പുണ്ട്. കാറ്റാടിത്തണലും തണലത്തര മതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരുമെന്ന് പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ സങ്കല്പിച്ചത് സ്നേഹമതിൽ പോലെയുള്ള ഒരു സംവിധാനം പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അതെ കണ്ടോ പുതിയ ഇത് എനിക്കുള്ള പുതിയ അറിവ്. ഇതളനക്കമുണ്ട്, ഇതളനക്കത്തിൽ അതൊരു അശ്ലീലമുണ്ട് കേട്ടോ. അറിയാതെ എന്തേ ഇതളനക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. അനുരാഗം എന്നുള്ളത് എപ്പോഴും പാസ്പോർട്ട് അത്രേ ഉള്ളൂ, പക്ഷെ ഉദ്ദേശം വേറെ എപ്പോഴും അങ്ങനെയായിരിക്കും. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര SLC എഴുതുന്നതൊക്കെ കഷ്ടമാണ്. പുസ്തകം ഇല്ലല്ലോ, സിലബസ് ഇല്ല, എന്തും കഷ്ടം അറിയാം. എവിടുന്ന് ആര് പറഞ്ഞു ചോദിക്കാൻ പറ്റുമത്? ഓടക്കുഴൽ ഞാൻ മേടിക്കും എന്നൊക്കെ പറയണം. ഗുരുവായൂരമ്പലങ്ങളിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും. അത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തത്വമസിയുടെ ഒരു ബേസിക്സ്. ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല. എന്നെക്കൊണ്ട് നല്ല ജയിക്കുന്നതും എന്നെക്കൊണ്ട് അരുതാത്ത ജയിക്കുന്ന നീ തന്നെ. താടക സുന്ദരിയായിരുന്നു, അതിമനോഹരിയായിരുന്നാണ്. രാമന് പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാം. അല്പമെങ്കിലും ഒരു പൗരുഷമുള്ള ഒരുത്തിനാണെങ്കിൽ ഒരു സൗന്ദര്യത്തെ കണ്ടു കഴിഞ്ഞാൽ പ്രണയത്തിൽ അഭിനന്ദനമുള്ള വ്യാകരണമില്ലാത്ത സ്നേഹമാണല്ലോ പ്രണയം. ഈ മുറ്റത്തെ മുല്ലേ ചൊല്ലു കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാൻ ആരാരോ എന്ന് ചോദിക്കുന്നത് ശരിക്കും കാറ്റിന്റെ പാട്ടാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. കഥാപാത്രം മായാവിയാണല്ലോ. വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് നമുക്കൊപ്പോൾ. ശരത്തേട്ടാ നമസ്കാരം. നമസ്കാരം. എൻ്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാര എന്ന പാട്ട് കേൾക്കുന്ന സമയത്ത് ശരത്തേട്ടനെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വരികൾ ഒപ്പം ഞാനന്ന് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്തു ഞാൻ നീ നിന്നുവെങ്കിലും കൈ തൊടാഞ്ഞതെന്തേ, ലാളനങ്ങളിൽ മൂളുവാൻ കൈ താളമിട്ടൊന്നു പാടുവാൻ എന്തുമാത്രം ഇന്ന് ആഗ്രഹങ്ങളെ മൂടി വെച്ചുവെന്നോ എന്ന് പാടുന്നുണ്ട്. അപ്പോൾ അവള് ഒരു കൺവെൻഷണൽ മുസ്ലിം പെൺകുട്ടിയാണ്. അപ്പോൾ അവളുടെ ഭാവനകളിൽ ഇത്ര തീവ്രമായ സ്വപ്നം കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഇതായിരുന്നു ഞങ്ങൾ അന്ന് ചിന്തിച്ചിരുന്നത്. ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് വന്നത് എനിക്ക് തോന്നുന്നു ചില്ലുജാലകത്തിന് പകരം വന്നു. കാര്യം അതിന്റെ സിറ്റുവേഷൻ ആദ്യം ഇവിടുത്തെ ക്യാമ്പസ് അല്ലായിരുന്നു, ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ക്യാമ്പസ്, ഒരു മോഡേൺ ക്യാമ്പസ് അതായിരുന്നു. അപ്പം അവിടെ നമ്മുടെ ഫ്ലാറ്റുകളുണ്ടല്ലോ, ഫ്ലാറ്റുകൾക്ക് ഇടയിലൂടെ റോഡ്, രണ്ടു വശം ഫ്ലാറ്റ്, മരങ്ങളൊക്കെ ആയിട്ട് പിടിപ്പിച്ച് ആ ഒരു അന്തരീക്ഷത്തിൽ ഈ നായകൻ എന്ന് പറയുന്ന ആൾ രാവിലെ മോർണിംഗ് വാക്കിന് വരുമ്പോൾ ഇവള് കാണുന്നതാണ്. അപ്പം അവൾ കാണുന്നത് കർട്ടനിടയിൽ കൂടെയാണ്. കർട്ടൻ അപ്പം ചില്ലജാലകവാതിലാണ്. അതിൻ്റെ തിരശീല മിനിറ്റുമ്പോൾ ഈ വളകിലിങ്കരുത്, അതുപോലും അവൻ അറിയരുത്. അങ്ങനെയാണ് അതിൻ്റെ സാധനം വന്നത്. മെല്ലെയൊന്ന് കിലുങ്ങിയോ കൈവളകൾ അറിയാതെ സ്വാഭാവികമായിട്ട് വരുമല്ലോ. മഞ്ഞണിഞ്ഞൊരു പാതയിൽ മനസ്സൊന്ന് ചെല്ലുമ്പോൾ നെഞ്ചിലൂടെ പറന്നുപോയി ഒരു പൂങ്കുയിൽ വെറുതെ, ഒരു ഇവളുടെ കേൾക്കാത്തൊരു ശബ്ദം എന്നാണ്. പക്ഷേ എങ്കിലും വള കിളിക്കുമെന്നൊരു ഭയം. അപ്പം അങ്ങനത്തെ ഇവളുടെ ഉള്ളിലെ വളരെ നിഗൂഢമായി വെച്ചിരിക്കുന്ന ആ പ്രണയം. പക്ഷെ അതിൻ്റെ ശക്തി കുറച്ചുകൂടെ വന്നത് ഈ ക്യാമ്പസ് മാറി ഇവിടെ. ഇതിനകത്തോണ്ട് എത്ര സ്നേഹവസന്ത അണിഞ്ഞു വന്നാലും ഇന്നിതേവരെ ആയതില്ലൊരു ചെണ്ട് നൽകിയിടാൻ. എൻ്റെ കയ്യിൽ ഒത്തിരി വസന്തങ്ങൾ പോകുന്നു, പക്ഷെ ഒരു പൂ പോലും കൊടുക്കാൻ പറ്റാത്ത അവളുടെ ഒരു, അത് കുറച്ചുകൂടെ പരിഷ്കാരം ഉണ്ടായ ഒരു ക്യാമ്പസിൻ്റെ രീതിയായിരുന്നു. നല്ലൊരു പാട്. നമുക്കത് മാറിയപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് വന്നു. നമ്മുടെ ക്യാമ്പസ് എന്നുള്ളത് 90കളിൽ അല്ലെങ്കിൽ 80കളിലെ കാലഘട്ടത്തിലെ ക്യാമ്പസിലേക്ക് വന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കാണ് പിന്നെ എൻ്റെ ഒരു അന്തരീക്ഷം ഞാൻ പഠിച്ചതൊക്കെ ആ ഒരു മട്ട. അതിനകത്ത് സുഖാരൻ എന്നുള്ള ഇപ്പോൾ രാജുവിൻ്റെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറൊക്കെ ഞാനൊക്കെ ഒരു SFക്കാരായിരുന്നു പഠിക്കുമ്പം. ഞാൻ മനസ്സിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം ഒന്നുകൂടെ വേറെ രീതിയിലായി. അപ്പോൾ ലാൽ ജോസാണ് ഇതിൻ്റെ കാര്യം എന്തെല്ലാം പറഞ്ഞതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നയാൾ. സംവിധായകൻ എത്രത്തോളം പാട്ടിനോട് താല്പര്യമുണ്ടോ അത്രത്തോളം നമുക്ക് നമ്മുടെ മനസ്സിലെ തിരമാല അതുപോലെ ഉയരും. അങ്ങനെ ഇത് പറഞ്ഞു വളരെ ഒരു സാധനവും അസഭ്യം വരരുത്, രണ്ട് കണ്ണേ ഉള്ളൂ പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ, ബാക്കി എല്ലാം മറച്ചിരിക്കുകയാണ്, മറ്റൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ രണ്ട് കണ്ണിലൂടെ വരുന്ന പ്രണയത്തിൻ്റെ ചൂട് ഉള്ളിലെ ഗംഭീരമായി പിന്നെ ഇളകി മറിയുന്ന, എന്നാൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു തിരമാല പോലും ഉയർത്താൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിൽ ഇതിലൂടെ എങ്ങനെ പറയാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അതൊരു വലിയ പിന്നെ അത് നല്ല രീതിയിലാണ്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെ ആയിരിക്കും, നമ്മളുടെ പോലെ അല്ല.
ഇവരെ പലപ്പോഴും പറയും ഞാനിങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഞാനിങ്ങനെ കാണിച്ചിരുന്നല്ലോ, ഇതൊക്കെ ഭാര്യയും പറയും. അപ്പം നമുക്കത് പിടികിട്ടില്ല, ഇവരെന്താണ് ബോഡി ലാംഗ്വേജ് കൊണ്ട് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ പേരുള്ള അവരോടൊക്കെ ചോദിക്കും. അന്നേരമാണ് ഉള്ളിലെ തീവ്രത നമുക്ക് കിട്ടിയത്. ചില ശബ്ദങ്ങൾ അതൊക്കെ ചില സൂചനകളാണ്. ഇപ്പം എന്തുമാത്രമൻ കാൽച്ചിലങ്കുകൾ മെല്ലെ കൊഞ്ചിയെന്നോ, ഞാൻ കേൾക്കട്ടെ, കുറേ കൊഞ്ചൽ കഴിഞ്ഞൂടെ. അപ്പോൾ അതൊക്കെ അതാണ് വീട്ടുവാനുള്ള തന്ത്രികൾ. പൊട്ടാൻ നിൽക്കുക, തൊട്ടടുത്ത് നിൽപ്പുണ്ട്, പക്ഷേ നീ തൊടുന്നില്ല. നിൻ്റെ എല്ലാ ആളിൽ നിന്ന് പോകണം, കൈത്താളം വിട്ടൊന്ന് പാടണം, അതിനു വേണ്ടിയാണ്. അപ്പം ഇന്ന് പറഞ്ഞ പോലെ അപ്പം ആ രണ്ട് കണ്ണിലൂടെ വരുന്ന പ്രണയം എത്രമാത്രം തീക്ഷണമാകണം. എന്നാൽ അതിനകത്തിൻ്റെ അവളുടെ ഒരു കൺവെൻഷൻ ഉണ്ടല്ലോ, അവളുടെ ഒരു പശ്ചാത്തലം, അതിന് ഇത് വരരുത്. അപ്പോൾ അതിനകത്ത് ആദ്യം എഴുതി ഹൽവ എന്നുള്ളൊരു വാക്കായിരുന്നു, എൻ്റെ ഹൽവയിലെ ഹൽവ. കാര്യം മറ്റേ ക്യാമ്പസിലായിരുന്നു. കൽബും ഹൽവയും തമ്മിലൊരു റൈമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ പാട്ട് എഴുതി കഴിയുമ്പോഴത്തേൽ അതിൽ ഞാൻ ഒരു വാക്ക് മാറ്റികളോ, അത് നമുക്ക് വേണ്ട. കാര്യം ഇതിൻ്റെ ആ ഒരു രീതിയിൽ പറയാനുള്ളൊരു പറ്റുന്ന കഥാപാത്രമല്ല റസിയ. അങ്ങനെ ആ ഒരു മനസ്സിൻ്റെ അകത്ത് കയറി പലരോടും ചോദിച്ച് അവരുടെ ഓരോ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. പക്ഷെ ഇവക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവർ മുടി പോലും ഇങ്ങനെ അടിച്ച് കാണിക്കാൻ പറ്റില്ല അല്ലേ? അതുപോലും പറ്റാത്തൊരു ഞാൻ കാത്തുവെച്ചൊരു ഈ മുല്ലമൊട്ടിലൂറും അത്ര ഒന്നും വേണ്ട. അത് അവളാകുന്ന മുല്ലമൊട്ടാണോ, അവളെ തന്നെ മുല്ലമൊട്ടായിട്ട്? അല്ല, അത് അവളിൽ വിരിഞ്ഞത്. അത് എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. എൻ്റെ പ്രണയത്തിൻ്റെ മുല്ലപ്പൂവിനെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. അത് മൊട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കുക. വിരിയാനും എനിക്ക് പറ്റുന്നില്ല. പക്ഷെ അതിനകത്ത് തേനുണ്ട്. അത് വേറെ ആളതിനകത്ത് മറ്റൊരു രീതി കണ്ടുപിടിച്ചു. ആ സ്റ്റൈലിൽ കണ്ടുപിടിച്ചവരുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അത് അന്നേരം എനിക്ക് മനസ്സിലായത്. കാര്യം ഞാൻ അത്രയും കുശാഗ്രബുദ്ധിയുള്ളവരല്ല. ഞങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ എനിക്ക് എഴുതിയപ്പോൾ അങ്ങനെ സംഭവമില്ലായിരുന്നു. കാര്യം അങ്ങനെ പാടില്ല എന്നാണ് ഈ പാട്ട് പറയുന്നത്. അങ്ങനെ യാതൊരുവിധ പ്രകടനം അല്ലെങ്കിൽ വഴിതെറ്റിയ വർത്തമാനം പോലും ആ പാട്ടിൽ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയെന്ന് വെച്ചാൽ ഈ തട്ടം എന്ന് പറയുന്നത് ഇവിടം വരെ നീളുന്ന ഒരു വസ്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ കൽബല്ലേ തന്നെ അതിന് തായില്ല. അവിടെ ഉദിക്കുന്ന നിലാവാണ് നീ. ഇപ്പം നിലാവും മുല്ലപ്പൂവും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. അതെ, അത് മൗനത്തിൻ്റെയാണ്. നീ എത്ര ഉയർന്നു നിൽക്കുമ്പോഴും തെളിഞ്ഞു നിൽക്കുമ്പോഴും നിന്നെ അടുത്ത് വരാൻ പോലും പറ്റാത്ത, ഒന്ന് വിരിയാൻ പോലും പറ്റാതെ നിൽക്കുന്നൊരു മുല്ലമോട്ടാണ്. പാവം ഞങ്ങളെ ശരത്തേട്ടൻ തെറ്റിദ്ധരിപ്പിച്ചു. അല്ല, അത് എനിക്ക് നല്ല പാഠമായി. കാര്യം അതാണല്ലോ എൻ്റെ ഗുണം. നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും ഈ രണ്ടാമതൊരാൾ നമ്മളോട് ചർച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് തുറന്ന് കിട്ടുന്ന വേറൊരു വഴിയാണ്. അത് വലിയൊരു കാര്യം. പിന്നെ അതാണല്ലോ നമ്മൾ വാക്ക് തുറന്ന് വർത്താനം പറയുന്നത്. വിഡ്ഢിത്തരം പറഞ്ഞാൽ ഞാൻ വിഡ്ഢിത്തരം പറയുന്നവനെ. വിഡ്ഢിത്തരം പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. കാര്യം വിഡ്ഢിത്തരം പറഞ്ഞാൽ ശരി അറിയുന്ന ഒരാൾ തിരുത്തി തരും. അങ്ങനെയല്ല ശരത്ത്, ഇങ്ങനെയാണ്. അപ്പം ആ സത്യം കിട്ടണമെങ്കിൽ നമ്മൾ തുറക്കണം. അതിൽ ഈ ചില്ലുജാലക വാതിൽ തിരശീല ഞൊറിയുമ്പോൾ മെല്ലെ ഒന്ന് കിലുങ്ങിയോ കൈവളകൾ അറിയാതെ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, കൈവളകൾ അറിയാതെ കിലുങ്ങി എന്ന് പറയുമ്പോൾ അത് അറിയാതെ പറഞ്ഞാൽ ഇവളറിയാണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അവളറിയാതെ ഇതിങ്ങനെ മാറ്റുമ്പോൾ അതിൻ്റെ ഒച്ച പോലും കേൾക്കരുത്. അത്രയും സൂക്ഷ്മമായിട്ട് ചെയ്ത. അപ്പം നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ല. ഈ ചില ഏത് കൊലപാതകത്തിനും ഒരു ലൂപ്പ് ഉള്ളടോ എന്ന് പറഞ്ഞ പോലെ ഇത് കിലുങ്ങരുത്. വളകൾ കിലുങ്ങിയത് വളകൾ അറിയാണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് വള കിലുങ്ങിയപ്പോൾ ഞാനാണ് അറിഞ്ഞില്ല. അത് കിലുങ്ങാൻ പാടില്ലായിരുന്നു. കിലുങ്ങിപ്പോയി.